IUML പാണാവള്ളി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അൻസാർ മാസ്റ്റർ ചുരുങ്ങിയ വാക്കിൽ ആശംസകൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ ആദരണീയനായ ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, യോഗാധ്യക്ഷൻ, ഉദ്ഘാടകൻ അടക്കം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കഴിഞ്ഞ 40 വർഷങ്ങൾക്ക് മുമ്പ് ദിക്റിൻ്റെ മജ്ലിസിൽ രൂപീകരിക്കുകയും അതിൻ്റെ 25ാമത്തെ വാർഷികത്തിൽ ഇതുപോലൊരു സ്ഥാപനത്തിന് ജന്മമെടുക്കുകയും ചെയ്തു. ദാറുൽ ഹിക്മത്ത് ദഅവത്തുൽ ഇസ്ലാമിയ ഇന്ന് 15 വർഷം പിന്നിടുകയാണ്. ഒപ്പം ബഹുമാന്യനായ യൂസുഫുൽ ഖാദിരി മഹാനവറുകളുടെ 25ാമത്തെ ഉറൂസ് മുബാറക്കിൻ്റെ ഒരു വേദി കൂടിയാണ്. ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നാളിതുവരെ ഈ നാട്ടിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്ലാഘനീയമാണ്. നമുക്കറിയാം, നമുക്ക് ഓരോരുത്തരുടെയും വ്യക്തമായ നമ്മുടെ ബാധ്യത കൂടി തന്നെയാണ് ആത്മീയതയോടൊപ്പം തന്നെ സമൂഹത്തിലെ നിരാലംബരായ, പ്രയാസമനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് സാന്ത്വനമേകുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനം തന്നെ ഫലഖത ഹമൽ അഖബ എന്ന് തുടങ്ങുന്ന ആ വചനത്തിലും, അതുപോലെ മതനിഷേധിയെ കണ്ടു എന്ന് ചോദിക്കുന്ന അറൈതല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ആ സൂറത്തിൻ്റെ അവസാനം മതനിഷേധത്തിൻ്റെ അടയാളങ്ങളായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വയംനഊനൽ മാഊൻ എന്നുള്ളത്. ആയത്തിൻ്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരുടെ മുമ്പിൽ അവഗ്രഥനം നടത്തുക എന്നുള്ളത് ഭൂഷണമല്ല എന്ന് എനിക്കറിയാം. ആ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒറ്റവാക്കിൽ അതിൻ്റെ ആശയം പറഞ്ഞാൽ, പരോപകാര വസ്തുക്കളെ തടയുക എന്നുള്ളത് മതനിഷേധത്തിൻ്റെ ലക്ഷണമായി വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കേവലം 5 നേരം നമസ്കരിച്ച് അതല്ലെങ്കിൽ സകാത്ത് കൊടുത്ത് ഹജ്ജ് ചെയ്ത് മാത്രം ജീവിക്കേണ്ട അവരെല്ലാം, മറിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടറിയുകയും അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുകയും അതിനുവേണ്ട ക്രയവിക്രയങ്ങൾ, അതിനുവേണ്ട രൂപപ്പെടുത്തലുകളും സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മജ്ലിസിന്റെ നേതൃത്വത്തിൽ ഇവിടെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആതുര ശുശ്രൂഷ രംഗത്ത് വേണ്ടത്ര സംവിധാനങ്ങളില്ലാത്ത, ഇപ്പോഴും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ദൂരസ്ഥലങ്ങളിലേക്കുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടും നമ്മുടെ പ്രദേശവും മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് സംവിധാനത്തിനപ്പുറം ഒന്നും തന്നെ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഈ സ്ഥാപനത്തിന്, അല്ലെങ്കിൽ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന, അണിയറയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് വളരെ നിസ്സാരമായി നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ തീർച്ചയായും തുടങ്ങുകയും അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത്, അതൊക്കെ നടക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള വലിയ സംവിധാനങ്ങളാണ്. തീർച്ചയായും അതിന് സർവേശ്വരന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഇത്തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് നമ്മൾ വിഷമിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ. രോഗങ്ങളെ തിരിച്ചറിഞ്ഞു വരുമ്പോൾ തന്നെ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിന്റെ അവസാനം കഴിഞ്ഞിരിക്കും. കാരണം വേണ്ടത്ര ചികിത്സാ സംവിധാനങ്ങൾക്ക് നാട്ടിൽ സൗകര്യമില്ല. മറ്റു സംവിധാനങ്ങളെ ആശ്രയിക്കുമ്പോൾ വലിയ ഭീമമായ തുകകൾ ചിലവഴിക്കുവാനുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ മൂലമാണ് ഇന്ന് പല ആളുകളും ജീവിത രോഗം, അല്ലെങ്കിൽ അവരുടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ചികിത്സിച്ചുകൊണ്ട് രോഗത്തിന് ഭേദം വരുത്താൻ കഴിയാതെ പോകുന്നത്. തീർച്ചയായും
ഇൻഷാ അല്ലാഹ് വലിയ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ. ഇനിയും ഒരുപാട് വിദ്യാഭ്യാസപരമായും നമ്മൾക്കറിയാം ദാറുൽ ഹിക്കം സ്ഥാപനം കേവലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതപഠനം മാത്രമല്ല, കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ സമൂഹത്തിന്റെ ദിശാബോധം പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ നാടിയിടുപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ട് കഴിവുറ്റ പണ്ഡിതന്മാരെയാണ് കഴിഞ്ഞ 15 വർഷമായി സ്ഥാപനം ഈ സമൂഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു, 150ഓളം പണ്ഡിതന്മാരെയാണ് കഴിഞ്ഞ 15 വർഷമായി സമൂഹത്തിലേക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നത്. തീർച്ചയായും അവർക്കെല്ലാം സമൂഹത്തിൽ ഒരുപാട് ശോഭിക്കാൻ, സമൂഹത്തിന്റെ ഇടിപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ട്, ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ശോഭിക്കാൻ അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുപാട് നന്ദിയും കടപ്പാടും, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാൻ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.